Hi all, welcome back to my YouTube channel. ഏത് മൂട് പാർട്ടി മൂട് രാത്രി കഞ്ഞിയാണ് കഞ്ഞി നല്ല എന്താ ചീരല് മുളക് അങ്ങനത്തെ ചമ്മന്തി ബീഫ് ഹീറോ ചെറുത്താത്ത ഏതാ പൊളി അനക്ക് മാത്രം ബിരിയാണി കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ രാത്രി ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായി വരുന്നുണ്ട്. ഭയങ്കര തണുപ്പാണ് തണുപ്പ്. ഈ കൊടും തണുപ്പത്തും ഷട്ടർ ഇടാതെ അനുസരിച്ച് വരുന്നത് അത് ഓനക്ക് തന്നെ കഴിയുള്ളൂ അങ്ങനെ നടക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. ആ ചർച്ചിക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കേട്ടോ. അവിടെ 12 മണിയാകുമ്പോൾ ഹാപ്പി ക്രിസ്മസിന് പള്ളിയിലച്ചൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കാണാൻ വെച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ്. അനുസരിച്ച് പോക്കറ്റും കൈയൊക്കെ ഇട്ട് നടക്കേണ്ടത്. പെരും തണുപ്പാണ് ഗൈസ്, പെരും തണുപ്പ്. ഞാനൊക്കെ എൻ്റെ കൈയൊന്നും കാണുന്നില്ല, ഉള്ളിലാണ്, ഷർട്ടിൻ്റെ ഉള്ളിലാണ്. അത്രയ്ക്കും തണുപ്പാണ് കേട്ടോ. സുമയാക്കൊക്കെ മൂക്കാണ് തണുക്കുന്നത്, മൂക്കൊക്കെ മറിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. ആന കടിച്ചോ പുലി ചവിട്ടോ എന്നറിയില്ല. നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അനുസരി ഉള്ള ധൈര്യത്തിലാണ് നമ്മൾ പോണത്. അനുസരി എന്ത് പറയുമ്പോഴും ചിരി മാത്രമാണ്. എന്താവോ എന്തോ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ഓളത്തിന് പറഞ്ഞാണ്. എന്താ അവിടെ അൻസിൻ്റെ മൂത്തൊരാളുണ്ട്, ഓനൊക്കെ ഉണ്ട് കേട്ടോ, പുറത്ത് അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന സനു ഓനൊക്കെ ഉണ്ട്, പുറത്താണ് കേട്ടോ. എന്താ അപ്പോൾ ഇതാ ചർച്ച് എത്തിട്ടോ. ഇതാണ് ചർച്ച്. ഭയങ്കര തിരക്കാണ് കേട്ടോ. പുറത്ത് കൂടെ ഒക്കെ ഉണ്ട് ആൾക്കാർ. അപ്പോൾ കയറാൻ പറ്റുമെന്നില്ല ചോദിച്ചിട്ട് വേണം കയറാൻ കേട്ടോ. അപ്പോൾ അൻസിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കട്ടെ ഗൈസ്. അങ്ങോട്ട് പോകാല്ലേ അൻസി? ഇജ്ജ് പറയാം എങ്ങോട്ട് പോകണ്ടേ? അതിൻ്റെ അപ്പുറത്തുണ്ട് പറഞ്ഞ ഇതിൽ തന്നെ അല്ലേ? അപ്പം ഞാൻ അങ്ങോട്ട് പോകാം. വണ്ടിൻ്റെ നടുവ് മാറി. അപ്പോൾ ഒന്നും നോക്കില്ല, അകത്തേക്ക് കയറി ഗൈസ്. അപ്പോൾ അവിടെ ഓരോ എന്തൊക്കെയോ ചൊല്ലിയും പറഞ്ഞൊക്കെ ഇരിക്കണം. തമിഴിലാണ് കേട്ടോ. പിന്നെ ഒരു പാട്ടൊക്കെ പാടി, അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. പാട്ടൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടു, കേട്ടു, രസിച്ചു. അപ്പോൾ അൻസിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. തമിഴിലാണ് പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അവിടെ നിറയെ ആളിരിക്കുന്നുണ്ട് അങ്ങനത്തെ സൈഡിൽ. ഹാപ്പി ക്രിസ്മസിന് പള്ളിയിലച്ചൻ പറയപ്പെട്ടു. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് പോണത് തന്നെ 12:04 കഴിഞ്ഞു. അപ്പോൾ അൻസിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് എന്നോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ പോകട്ടോ. ലഞ്ചിൻ്റെ കൂടെ നിന്നാൽ പോകട്ടോ. പാട്ടൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഓൻ പാടുമാണ് കേട്ടോ. ആ ചെക്കൻ നല്ല ഗായകനാണ്. നമ്മളങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നു കേട്ടോ. അവിടെ നിന്ന് ചായ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ ചായയൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ച് പോയതിന്. ചായയൊക്കെ കിട്ടുമ്പോൾ 2 മണിയാകുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അൻസിൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ഓരോ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു കേട്ടോ. ഓനെ പറഞ്ഞത് എനിക്ക് 100 ഉണ്ടടാ. പക്ഷെ ഓരോ മാത്രം ഉൾപ്പെടുത്താൻ മറന്നു പോയിട്ടോ. വീട്ടിക്കല്ലേ? ഇത് വീട്ടിക്കുള്ള റോഡാണ്. ഇത് മറ്റേ ചർച്ചക്കുള്ള റോഡാ. ചർച്ചക്ക് പോവാ? ഏതായാലും ഇറങ്ങില്ലേ, കുളിച്ചിട്ട് പോലെ. ചേച്ചോ? ഞാൻ ചർച്ച് നാട്. വീട്ടിലിങ്ങനെ ഇവിടെ അധികം ക്രിസ്ത്യാനികളാണല്ലേ. എല്ലാ വീട്ടിലും ഉണ്ട് ഇങ്ങനെ പുൽക്കൂടും സ്റ്റാറും. 1, 2 ഒന്നുമല്ല കേട്ടോ, കുറേ ഉണ്ട് എല്ലാ വീട്ടിലും. ഇതാണ് അടുത്ത ചർച്ച് കേട്ടോ.
കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളെ വീടും. ഇതായാണ് അങ്ങനെ കാണിച്ചെന്നാൽ കാണൂലെന്നറിയാം. നമ്മൾ അവിടെയും പോയിട്ട് ചായ കുടിക്കാനാണെന്നൊക്കെ പറയുന്നത് വെറുതെ പറയണം കേട്ടോ. ചിലരൊക്കെ കരുതുണ്ടാവും വീട്ടിൽ പോയി ചായ അടിച്ചു ചായക്കുള്ള എന്നല്ല ഒരു രസം, അത്ര ഒരു വൈബ് അല്ലേ മിൻസി? അല്ലേ? മറ്റ മൈൻഡ് നല്ല രീതിയിൽ പോകുന്നു, കാണുന്നു, പോരുന്നു അല്ലേ മിൻസി? ഒരേ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ? എത്ര ഡിപ്രഷൻ ഉണ്ടെങ്കിലും ടെൻഷൻ. മിൻസിക്ക് കുട്ടിയൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഓൾ അങ്ങനെ പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനെന്നല്ല ഇങ്ങനെയൊക്കെ കാണാൻ വരുന്നത് കേട്ടോ. അത് ഉമ്മാൻ്റെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ രാത്രിയൊക്കെ ഞങ്ങൾ പുറത്ത് പോകലുണ്ട് കേട്ടോ. ചായ കുടിക്കാനൊക്കെ പുറത്ത് പോയി ചായ കുടിച്ചൊക്കെ വരും. അപ്പോൾ ഇതാ ചർച്ചിനെക്കാളും നല്ല അലങ്കരിച്ചിരിക്കണം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ആളൊന്നുമില്ല ഇവിടെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ രാവിലെയാണ് പരിപാടി. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ പോന്നു. ഇവിടെ നിന്നിട്ട് തന്നെ നോക്കിയിട്ടുള്ളൂ കേട്ടോ, അവിടെ ആരുമില്ല. 4 മണിക്കകത്ത് രാവിലെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ.